ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്കൊരു വീക്കെൻഡ് കിട്ടിയതാണ്. വീക്കെൻഡ് കിട്ടിയപ്പോൾ എനിക്കൊരു കൂട്ടുകാരനാണ് കിട്ടി കേട്ടോ. എൻ്റെ കമ്പനിയിൽ തന്നെ ജോലി ചെയ്യുന്ന ഞങ്ങൾ സെയിം ഏജുകാരാണ്. അപ്പോൾ ഞാനും അവനും കൂടെ ചുമ്മാ വീക്കെൻഡ് ആയിട്ടൊന്ന് എൻജോയ് ചെയ്യാനായിട്ട് പുറത്തോട്ടിറങ്ങുക. പോകുന്ന വഴിക്കത്തെ കാഴ്ചകളൊക്കെയാണത്. നല്ല ഭംഗിയാണ് കേട്ടോ. ഇന്ന് ഞങ്ങളുടെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സ്പോട്ടിലാണ് കിട്ടിയേക്കുന്നത്. അപ്പം കാട് കയറാനായിട്ടാണ് ഞങ്ങളുടെ പ്ലാൻ. അപ്പോൾ ഞങ്ങൾ കാടൊക്കെ കയറി എൻജോയ് ചെയ്യുവാണ്. വീക്കെൻഡ് ഇങ്ങനെയും ആഘോഷിക്കാമല്ലോ. അപ്പം നല്ലൊരു സ്ഥലത്താണ് നമ്മൾ കിട്ടിയത്. ഇറ്റലിയിലെ നല്ലൊരു പ്രകൃതി ഭംഗി ഭയങ്കര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ കാടൊക്കെ കയറി. അപ്പോൾ ഇതിനടുത്തൊരു പുഴയും ഒരു വെള്ളച്ചാട്ടമൊക്കെ ഉണ്ടെന്ന് ഞങ്ങളിങ്ങനെ അറിഞ്ഞായിരുന്നു. അപ്പം അത് തപ്പിയുള്ളൊരു കറക്കമാണ്. സത്യം പറഞ്ഞാൽ എവിടെയാണ് എന്താണെന്നൊന്നും അറിയില്ല. എന്നാലും ഞാനും അവനും കൂടെ ചുമ്മാ കറങ്ങാനിറങ്ങി. കൈയും കാലുമൊക്കെ മുറിഞ്ഞു. കാരണം ഫുള്ള് പക്ക ഒരു കാടാണ്. അപ്പം ഫുള്ള് മരത്തിൻ്റെ ചില്ലകളൊക്കെ കൊണ്ട് കൈയും കാലുമൊക്കെ മുറിഞ്ഞ് കുത്തി കയറുക. ഇത് പോകുന്ന വഴിക്ക് ഞങ്ങൾ പല പഴങ്ങളും കണ്ടു. അതുപോലെ ഇത് ചെറിയാണ്. നമ്മുടെ നാട്ടിൽ ഇത് അങ്ങനെ ഇല്ല, കണ്ടിട്ടില്ല. നല്ല ടേസ്റ്റ് കേട്ടോ. ഞാൻ ഒരെണ്ണം പറിച്ച് തിന്ന്. അത് ഞാൻ ചുമ്മാ ഒന്ന് അവനെ കൊണ്ട് വീഡിയോ ഒക്കെ എടുപ്പിച്ച്. നല്ല ടേസ്റ്റ്. ഇഷ്ടംപോലെ ചെറിയുണ്ട്. ചെറി മാത്രമല്ല, പല ഫ്രൂട്ട്സുകളുണ്ട്. ഓറഞ്ചും അങ്ങനെ പല ഫ്രൂട്ട്സുകളും ഈ കാടിനകത്ത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഞങ്ങൾ മല കയറി ഞങ്ങൾ എത്തുന്നത് ഒരു അടിപൊളി ഒരു സ്ഥലത്തേക്കാണ്. അത് ഞാൻ കാണിക്കാം. ഇത്രയും കയറി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മടുത്തു കേട്ടോ. കാരണം ട്രക്കിംഗ് എന്ന് ഞങ്ങൾ കേട്ട്, ട്രക്കിങ് നല്ല രസമാണ് പറച്ചിലേ കേട്ടെ. പക്ഷെ നമ്മൾ നടക്കാൻ പോകുമ്പോഴാണ് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാകുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്ന സ്ഥലമാണത്. ഇത് കണ്ടോ, ഭയങ്കര ഭംഗിയാണ്. നല്ല ഇവിടെ അത്രയും ക്ഷീണിച്ച് ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ആ ഒരു ക്ഷീണം തന്നെ അങ്ങ് പോയി. പിന്നെ ഞങ്ങൾ അടുത്ത പ്ലാൻ എങ്ങനെ ഇവിടെ ഇറങ്ങും എന്നുള്ളൊരു ഇതിലായിരുന്നു. പിന്നെ ഞങ്ങൾ കറങ്ങി പിന്നെയും കാടിനകത്തൂടെ തന്നെ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ എത്തി കേട്ടോ. കുളിച്ചില്ല, എന്നാലും ഞങ്ങൾ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്തു, ചില്ല് ചെയ്തു. അങ്ങനെ വീക്കെൻഡ് വളരെ മനോഹരമാക്കി. ഞങ്ങൾക്കിന്ന് തിങ്കളാഴ്ച അവധിയാണ്. അപ്പം നാളെ തിങ്കളാഴ്ചയും കൂടെ ഞങ്ങളിവിടെയൊക്കെ വന്ന് ഒന്ന് കുളിച്ച് ഫ്രഷ് ആകാനായിട്ടുള്ളൊരു പരിപാടിയിലാണ്. എന്തായാലും ഞങ്ങളുടെ വീക്കെൻഡ് അടിപൊളിയായിരുന്നു. ഇങ്ങനെ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടുമ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ പരിപാടിയൊക്കെ വെക്കും. അപ്പോൾ ബൈ.